മിഥുന സിനിമയിൽ മോഹൻലാൽ ഒരു ഹണിമൂണിന് പോകത്തില്ലേ വീട്ടുകാരെല്ലാവരോടും. അപ്പോൾ അതേപോലെ നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിൾസിൻ്റെ കൂടെ ഞങ്ങൾ ഇടിച്ചു കയറി വന്ന ഒരു ഹണിമൂൺ കം കപ്പിൾ ട്രിപ്സിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത്. ഞങ്ങൾ ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷൻ വാഗമണ്ണായിരുന്നു. സാറ്റർഡേ നൈറ്റ് 9 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റിസോർട്ടിലെത്തി. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. വന്ന ഉടനെ റൂമിൽ പോവുക, ഡ്രസ്സ് മാറുക, പൂളിലെടുത്ത് ചാടുക, അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ. നൈറ്റ് പൂൾ ടൈമിന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു 11 മണി 12 മണി വരെ ഈ വെള്ളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇനി നമ്മുടെ റിസോർട്ടിനെ പറ്റി പറയാം. ഇതേപോലെ ബാൽക്കണിയൊക്കെ ഉള്ള അടിപൊളി 3 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. 3 നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് കിട്ടിയത്. റൂമിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ് കേട്ടോ. ബെഡ്റൂമും ബാത്റൂമും എല്ലാ ഫെസിലിറ്റീസും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വർത്തായിട്ടാണ് തോന്നിയത്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ. ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ റിസോർട്ട്. കുറച്ച് സാഹസ്യമായ കയറ്റമൊക്കെ കയറിയിട്ടാണ് നമ്മളിവിടെ എത്തുക. പക്ഷേ വർത്താണ്. നല്ല വൈബുള്ള റിസോർട്ടാണ് കേട്ടോ. 4-5 പൂളൊക്കെ ഉണ്ട്. പിന്നെ കുറേ വ്യൂ പോയിന്റ്സ് ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ. നമ്മൾ നോർമലി വാഗമണ്ണിൽ പോകുമ്പോൾ മൊട്ടക്കുന്ന്, പൈൻ വാലി, അഡ്വഞ്ചർ പാർക്കൊക്കെ അല്ലേ പോകുന്നത്. അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് കുറച്ച് ഹിഡൻ സ്പോട്ടിൽ കൊണ്ടുപോകാനായിട്ട് രാവിലെ നമുക്കൊരു 6 മണി to 9 മണി വരെ ഒരു ജീപ്പ് സവാരി ഹോട്ടലിൽ നിന്ന് സജസ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. 2000 രൂപയായുള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടിയൊന്നും കയറി പോകാത്ത ഇതുപോലെ നല്ല കിടക്കാഴ്ച വഴിയൊക്കെയുള്ള യാത്ര ആയതുകൊണ്ട് അത് എന്തായാലും നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എത്തിയത് കോട്ടമലയിലേക്കാണ്. നമ്മുടെ നേച്ചറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉള്ള അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ടോപ്പിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കുറേ നേച്ചറൊക്കെ എൻജോയ് ചെയ്തത് ഈ പാറയുടെ പുറത്തൊക്കെ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഏകദേശം ഒരു 20 മിനിറ്റോളം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അവിടുന്ന് നമ്മളൊരു 10 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ട് അടുത്തൊരു വ്യൂ പോയിന്റിലെത്തി. ഇത് ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് താഴേക്ക് കുറേ ഇറങ്ങി നടന്ന് എൻജോയ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ വന്നുകൊണ്ട് തന്നെ അധികം റഷ് ഒന്നും ഇല്ലാണ്ട് ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. മലകളും വ്യൂ പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഇനി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. ഉളുപ്പൂണി ടണലും വാട്ടർഫാൾസും ആണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ. ടണലിൽ നല്ല കുത്തൊഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരിക്കും എന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. ഇന്ന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ദേ താഴെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കുറേ നേരം നിന്ന് കളിച്ചു. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ വാട്ടർഫാൾസ് വരുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഉളുപ്പൂണി വാട്ടർഫാൾസ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഒരുപാട് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഒഴുകി വരുന്ന കാണാനായിട്ട്. ആൻഡ് ഇവിടെ നമുക്ക് താഴേക്കൊക്കെ കുറേ ഇറങ്ങി നിൽക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അവിടെ നമ്മൾ നേരെ പോയത് സൂസൈഡ് പോയിന്റിലേക്കാണ്. രാവിലെ നമ്മൾ പോയതിനെക്കാട്ടിലും അടിപൊളി വ്യൂ പോയിന്റ് ഇതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എന്തായാലും ഈ ജീപ്പ് സവാരി ബുക്ക് ചെയ്യാന്നുള്ള തീരുമാനം ഭയങ്കര വർത്തായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് സ്പീക്കറൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. ചേട്ടാ അടിപൊളി ട്രിപ്പായിരുന്നു. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക്. അതെ, രാവിലെ അവിടെ എവിടെയും കറങ്ങി കിടക്കണ്ട ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു കാഴ്ചകൾ ഒരുക്കി തന്ന ചേട്ടന് കണ്ണൻ ചേട്ടൻ ഇരിക്കട്ടെ. ആ ചേട്ടനായിരുന്നു കേട്ടോ നമ്മുടെ രാവിലത്തെ ഗൈഡ്. ചേട്ടൻ്റെ ജീപ്പ് സവാരി അടിപൊളിയായിരുന്നു. ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ വാഗമണ്ണിൽ പോകുകയാണെങ്കിൽ ചേട്ടനെ മസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ തിരിച്ചെത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇനി നമുക്ക് നേരെ അഡ്വഞ്ചർ പാർക്കിലാണ് പോകാനുള്ളത്. കഴിഞ്ഞ അവിടെ വന്നപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ കുറച്ച് പുതിയ ആക്ടിവിറ്റീസ് ഒക്കെ വന്നെന്ന് കണ്ടു. അപ്പോൾ അതെല്ലാം ഇന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ചേട്ടന്മാർ ചെന്ന പാടെ ആർച്ചറി, എയർ റൈഫിലും ഒക്കെ ഒരു 2 എണ്ണം വീതം ബുക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിരുന്നു പണി മൊത്തം.
ആദ്യത്തെ കുട്ടിക്ക് പിന്നെ റോപ്പ് കോഴ്സിൻ്റെ ഈ ഒരു ആക്ടിവിറ്റി എടുത്തിട്ടുണ്ട്. ഇതിൽ 2 ആക്ടിവിറ്റീസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. രണ്ടും അടിപൊളിയായിട്ട് ചെയ്തു. ഞാനും അനുചേട്ടനും കൂടെ പിന്നെ ഈ ഒരു ബുർമ ബ്രിഡ്ജിൽ അങ്ങ് കയറി. ഇത് കഴിഞ്ഞ തവണ വന്നപ്പോഴേ ഞാൻ നോക്കി വെച്ചൊരു സാധനമായിരുന്നു കേട്ടോ. കാണുന്ന പോലെയല്ല, നടുക്കെത്തുമ്പോഴത്തേക്കും നല്ല കുലുക്കാണ്. എൻ്റെ ചെരുപ്പ് ഞാൻ ഷൂ ഇടാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തെന്നിയിട്ട് ഞാൻ താഴോട്ട് ഇങ്ങനെ ഒന്ന് പോയായിരുന്നു. ഭാഗ്യത്തിന് ചെരുപ്പ് പോയില്ല. പതുക്കെ ഞാൻ തപ്പി എടുത്തിട്ട് പിന്നെ അതേപോലെ തന്നെ നടന്നു വന്നു. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഇവിടെ നിന്ന് ഫുള്ള് ഇടുന്ന് കുലുക്കി എന്നെ വീഴ്ത്താനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ഇറങ്ങിയിട്ട് കുലുക്കായിരുന്നു. നന്നായിട്ട് ചവിട്ടി. ഇപ്പൊ കണ്ട അഹങ്കാരം. ബുർമ ബ്രിഡ്ജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 200 രൂപയ്ക്ക് അത് വർത്തായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി. ഒരാൾക്ക് 250 രൂപയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിൽ. നമുക്ക് 5 മിനിറ്റ് നേരമാണ് അവിടെ നിൽക്കാനുള്ള ടൈം. ഈ ജയൻസിങ്ങിൽ കയറണം എന്നുണ്ടായിരുന്നു. ഒരാൾക്ക് 350 രൂപയായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല പൊരിഞ്ഞ വെയിലായതുകൊണ്ട് കരിയൊന്ന് വിചാരിച്ചിട്ട് പിന്നെ കയറാൻ പോയില്ല. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. കുറച്ച് പേരല്ലേ കിടത്തി എടുത്തോളൂ. അപ്പം നമുക്കൊരു ടൈം പറയാം. ആ ടൈമിൽ നമ്മളവിടെ എത്തിയാൽ മതി. ഇവിടെ തന്നെ കുറച്ച് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചതേ ഇതുപോലത്തെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം ചുറ്റി നടന്നു. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ ഗ്ലാസ് ബ്രിഡ്ജിൽ ഒറ്റയ്ക്ക് കിടന്ന് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒറ്റ ടൈമിൽ നമുക്ക് ഏകദേശം ഒരു 20-25 പേരെയാണ് കയറ്റി വിടുന്നത്. അപ്പോൾ ആദ്യം എങ്ങാനും ഒന്നിക്കേറി പോയി കഴിഞ്ഞാൽ അതേ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. സംഭവം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ താഴെ നോക്കി നടന്നു കഴിഞ്ഞാൽ ഹൈറ്റ് പേടിയുള്ളവർക്ക് നല്ല പേടി തോന്നും. പിന്നെ ലൈഫിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കെട്ടിയവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു VR ക്രിക്കറ്റ് ആണ് കേട്ടോ. 150 രൂപയുള്ളത് വർത്താണെന്നാണ് പറയുന്നത്. ചേട്ടനത് ഒറ്റയ്ക്ക് കയറി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് വന്നു. എത്ര എടുത്ത്? 33. എത്ര 6? 2 6. എത്ര 4? 4. വിജയം. പിന്നെ നമ്മൾ പൈൻവാലിയിൽ പോയി അവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്രെയിം ചെയ്യിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നേരെ മൊട്ടക്കുന്നിൽ ഒന്ന് പോയി. കുന്നിൻ്റെയൊക്കെ മോൾ വശത്ത് പോച്ചയൊന്നും ഇല്ലാണ്ട് വരണ്ട ഭൂമി പോലൊക്കെ കിടക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഇറങ്ങി ഒരു 8 മണി ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞൊരു വാഗമൺ ട്രിപ്പ്. എന്തുകൊണ്ടും വർത്തായിരുന്നു. സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെയും പോയ സ്ഥലങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.